ഇതിപ്പോ എങ്ങനെ ശരിയാവുന്നേ? ഉദ്ദേശിച്ചതിന്റെ പാതി പോലും പിരിഞ്ഞിട്ടില്ലെന്നേ. നീ ഒരു സിനിമ പിടിച്ചേ. ഞാൻ നോക്കിയിട്ട് ഒറ്റ പരിപാടിയേ ഉള്ളൂ. ഞങ്ങളെ നാട്ടിലൊക്കെ ചെയ്യുന്ന സെറ്റപ്പാ. ഇവിടെയുള്ള അപ്പർ ക്ലാസ്സിനെയൊക്കെ പിടിച്ചിട്ട് ഏതെങ്കിലും പരിപാടി നമുക്ക് അങ്ങ് സ്പോൺസർ ചെയ്യിപ്പിക്കാം. അതിനിവിടെ ഏത് അപ്പർ ക്ലാസ്? അപ്പർ ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കരയോഗം പ്രസിഡന്റ് മുരളിയണ്ണൻ, ബസ് മുതലാളി സുനി, വടക്കേടത്ത് അജേഷ് കുമാർ CC, പിന്നെ നമ്മളെ വളഞ്ഞടി ശൈത്യത്തിന്റെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അയാളെ പേര്? ദാനശീലൻ. നീ ആദ്യം പറഞ്ഞതൊക്കെ ഓക്കെ, പക്ഷെ അവസാനം പറഞ്ഞത് പാളി മോനെ. അതെന്തേ? നീ അവിടെ പുതിയതല്ലേ? പറഞ്ഞു തരാം. എന്റെ ഉമിനീര് കൊണ്ട് കൂടിക്കലർന്ന ഈ കഫം ഞാനെന്തിനീ വഴി തുപ്പിക്കളയുന്നു? രാവിലെ കുടിച്ച ചായയുടെ മധുരം അതുപോലെ കിട്ടി. നഷ്ടമായി പോനെ തുപ്പിയെങ്കിൽ. അയ്യേ, ഇത്രയ്ക്ക് ചെറ്റിയായിരുന്നു. ചെറ്റിക്കൊരു പര്യായപദം ഉണ്ടെങ്കിൽ അതങ്ങീരാണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ഒരുപാട് കഥകൾ. സുഗമോ ദേവി. ഓട്ടോ ഓട്ടോ വേണ്ട മോനെ. എങ്ങോട്ടാ? റേഷൻ കടയിലേക്കാ. ഒരു 50 രൂപ കേട്ടോ. ഇപ്പൊ കൊണ്ടായി തരാം. 50 രൂപയോ? ഇത്രയും പ്രായം ചെന്നൊരു മനുഷ്യനോട് 50 രൂപയ്ക്ക് നിനക്ക് ഇങ്ങനെ തോന്നിയടാ? അല്ലെങ്കിൽ അച്ഛാ ഈ വെയിലത്ത് നടക്കണ്ട, വണ്ടിയിലോട്ട് കയറി, ഞാൻ കൊണ്ടാക്കാന്ന് പറയാനുള്ളൊരു സ്നേഹം. നമ്മളൊക്കെ പച്ചരി മേടിക്കാനല്ല കേട്ടോ. പച്ചരി നിനക്ക് റേഷൻ കടയിൽ ഞാൻ മേടിച്ചു തരാം. ഞാനൊക്കെ 5 രൂപ കൊടുത്ത് ഇവിടുന്ന് കൂരമ്പാല വരെ പോയിട്ടുണ്ട്. ഒരു കാലഘട്ടം അതൊക്കെ. 970 പെട്രോളിനൊക്കെ വില കൂടി. പെട്രോൾ എടുത്തോണ്ട് പോടാ, നിന്റെ വണ്ടി 50 രൂപ. ഓടോ, ഞാനൊക്കെ ചാവും കൊണ്ടോളല്ല. ഈശ്വരാ, പോന്ന വഴിക്ക് പാണ്ടിലോറി കയറി പണ്ടാറടങ്ങി പോട്ടെ. എൻ്റെ വേറൊരു കാര്യമുണ്ട്. പലചരക്ക് മേടിച്ചപ്പോൾ പെണ്ണുമ്പോൾ ഉപ്പ് മേടിച്ചു എന്നും പറഞ്ഞ് പുള്ളിക്കാരെ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചു. അതെന്തിനാ? എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് അവരുടെ വീട്ടിൽ ഉപ്പ് മേടിക്കാറില്ല. ഇങ്ങനെ ഒരു 12 മണിയാകുമ്പോൾ മുറ്റത്തേക്ക് ഇറക്കും. പിന്നെ വേർത്ത് കുളിച്ചിട്ട് ഈ വേർപ്പെല്ലാം കൂടി എടുത്തിട്ട് ഉണക്കും. എന്നിട്ട് ഉപ്പാക്കിയിട്ടാണ് ഇവർ കഞ്ഞിക്കിട്ടുണ്ട്. പരമചേറ്റ. പിന്നെ വേറൊരു കേസും കൂടെ ഉണ്ട്. പറ. പുള്ളിക്കാരന് മക്കളില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? ബുദ്ധിമുട്ടിൻ്റെ അല്ല, പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അധ്വാനിച്ചിട്ട് പുള്ളിക്കാരി ഗർഭിണിയാണെന്ന്. ജീവിതം ഇന്ന് എനിക്ക് എന്തിനു തന്നു ആണ്ടി. ഷൈത്തിന്റെ അമ്മാനല്ലേ? അല്ല, എന്റെ മരുമോനാ ഷൈജത്ത്. അമ്മാവ ഞങ്ങൾ ഇവിടെ ഉത്സവ കമ്മിറ്റിയിലെ ഭാരവാഹികളാണ്. സ്വച്ഛ് ഭാരത്, വെരി ഗുഡ്. നല്ലൊരു പരിപാടിക്ക് 25,000 സ്പോൺസർ ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. 25,000 രൂപയോ? എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇവിടെ ഉത്സവം നടത്തുമ്പോൾ കാശിന് കുറവ് വരുമ്പോൾ ഞങ്ങൾ ബക്കറ്റ് വീരുമായിട്ട് റോഡിൽ ഇറങ്ങുമായിരുന്നു. 25 രൂപയ്ക്ക് ചായ കുടിക്കാൻ എന്റെ നിവൃത്തിയില്ല. ചായ കുടിക്കാൻ 10 രൂപ ഉണ്ടോ? പൈസ ഉണ്ടോ? ചേറ്റകൾ. അയ്യോ ശ്രീ യമദുർഗ രാജ. വേണ്ട, ഇല കെട്ടി വെച്ചാൽ മതി. മുറി പോണം. ഓട്ടോ വിളിക്കല്ലേ, കൈ കാച്ചില്ല. പൊന്നു മോനെ, പാവോ ഞാൻ.